1987 ഓണക്കാലത്ത് മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്തത് 6 ചിത്രങ്ങളായിരുന്നു. ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും സിനിമകൾ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ഓഗസ്റ്റ് 28 തിയേറ്ററിലെത്തിയ മോഹൻലാൽ തമ്പി കണ്ണന്താനം ടീമിന്റെ വഴിയോര കാഴ്ചകളായിരുന്നു 87 ഓണം സീസണിലെ ആദ്യ റിലീസ്. ചിത്രം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി മാറി. 2 മമ്മൂട്ടി ചിത്രങ്ങളാണ് 87 ഓണക്കാലത്ത് റിലീസായത്. അതിലൊന്ന് കൊച്ചിൻ ഹനീഫയുടെ ആൺകിളിയുടെ താരാട്ട്. സെപ്റ്റംബർ 4 തിയേറ്ററിലെത്തിയ ഈ ചിത്രം തിയേറ്ററിൽ പരാജയമായി മാറി. മറ്റൊരു ചിത്രമായിരുന്നു ഫാസിലിന്റെ മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ. മമ്മൂട്ടി സുഹാസിനി ടീം ഒരുമിച്ച ഈ ചിത്രം റിലീസ് ചെയ്തതും സെപ്റ്റംബർ 4 ചിത്രം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടി. 87 ഓണം റിലീസായെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ബാലചന്ദ്രമേനോന്റെ അച്ചുവേട്ടന്റെ വീട്. നെടുമുടി വേണു, ബാലചന്ദ്രമേനോൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ ചിത്രം തിയേറ്ററിലെത്തിയത് സെപ്റ്റംബർ 4 തന്നെയായിരുന്നു. സിനിമ പക്ഷേ തിയേറ്ററിൽ വേണ്ട രീതിയിൽ വിജയിച്ചില്ല. സെപ്റ്റംബർ 4 തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ലെനിൻ രാജേന്ദ്രന്റെ സ്വാതി തിരുനാൾ. തീർത്തും സമാന്തര സിനിമയുടെ രീതിയിലൊരുക്കിയ ചിത്രം തിയേറ്ററിൽ കനത്ത പരാജയമായി മാറി. സെപ്റ്റംബർ 5 തിയേറ്ററിലെത്തിയ വീണ്ടും ലിസയായിരുന്നു 87 മറ്റൊരു ഓണം റിലീസ്. പ്രതീക്ഷയിൽ തിയേറ്ററിലെത്തിയ വീണ്ടും ലിസ പക്ഷേ തിയേറ്ററിൽ കനത്ത പരാജയമായി മാറി. ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും അടക്കം 6 ചിത്രങ്ങൾ തിയേറ്ററിലെത്തിയ 87 ഓണക്കാലം സ്വന്തമാക്കിയത് 2 സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായിരുന്നു. മമ്മൂക്കയുടെ മണിവത്തൂരിലെ 1000 ശിവരാത്രികളും ലാലേട്ടന്റെ വഴിയോര കാഴ്ചകളും. കളക്ഷനിൽ 2 ചിത്രങ്ങളും ഒപ്പത്തിനൊപ്പം നിന്നുവെങ്കിലും പ്രേക്ഷകാഭിപ്രായത്തിൽ മുന്നിലെത്തിയത് മണിവത്തൂരിലെ 1000 ശിവരാത്രികളായിരുന്നു.